എന്തോ ഇറങ്ങിയതാ അമ്മ ഈ മഴയെ പിടിച്ച് നിന്ന് നോക്കിയണ്ണേ വെണ്ടയ്ക്ക വിളഞ്ഞു നിൽക്കുന്ന താഴെ നിന്ന് കോടി നിന്ന് നോക്കി ഞാൻ പുറകെ കയറി വന്നത് ഈ പെരയുടെ മൊത്തം പായൽ പിടിച്ച് കിടക്കുക. അതിന് നോക്കി പോയിട്ട് പിച്ചാത്തിയൊക്കെ എടുത്തോണ്ട് പതുക്കനെ പോന്നു. ഞാൻ പുറകെ കയറി വന്ന എന്തോത്തിന് പോവാതെ അപ്പൊ ഞാൻ ഫോണും എടുത്തോണ്ട് വന്നാ കേട്ടോ. വെണ്ടയ്ക്ക പറിക്കുവാണോ? എല്ലാം മൂത്ത് പോയി. ഞാൻ 2-4 നോക്കിയിട്ടൊക്കെ എനിക്ക് വയ്യായിരുന്നു, മനസ്സിനൊരു ഇതില്ലായിരുന്നു, പേടിയായിരുന്നു. അതിന് വെണ്ടയ്ക്ക ഇപ്പൊ ധൈര്യമായിട്ട് ഇങ്ങ് പോന്നതാ. അമ്മ വയ്യാതെ വന്നപ്പോൾ ഈ വെണ്ടയ്ക്കൊക്കെ വളമൊക്കെ ഞങ്ങൾ കുറച്ച്, കാരണം എനിക്കൊരു ഇതില്ലായിരുന്നു. അപ്പം നമ്മൾ വെണ്ടയൊന്നും അധികം ശ്രദ്ധിച്ചില്ല കണ്ടോ, അങ്ങ് മൂത്ത് പോയി. ഇത് കണ്ടോ, അതിന് വിത്തിനെടുക്കാമേ അവിടെ നിൽക്കട്ടെ. അത് തീർന്നു അതിൻ്റെ ഇടപാട്. എന്നാലും നമുക്കൊരു കുഞ്ഞു തീയലിനുള്ളത് കിട്ടിയല്ലേ. ഇവനെ കൂടെ അങ്ങ് എടുക്കാം. അതങ്ങ് എടുത്തേരെ. അങ്ങനെ നിന്നാല് വെണ്ട അങ്ങ് പോകും. ഇത് കൂടെ എടുക്ക. ആ കണക്കിന് പറിച്ചില്ലെങ്കിൽ ആ ചീരയുടെ മണ്ടയൂടെ കണ്ടിക്കുന്നു. തോരൻ വേണം. എടുക്ക. വേറെന്തോ ഉണ്ട്, ആ മേളി ചീരയുണ്ട്. അപ്പൊ അതുകൂടെ എടുത്തു. എന്തൊരു ചീര? സാമ്പാർ ചീര. അപ്പൊ കണ്ടോ, ഒരു തീയലായി, ഒരു തോരനായി, കുഞ്ഞൊരു അടുക്കളത്തോട്ടത്തിൽ നമുക്ക് ഇത്രയൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് കുറച്ച് സാമ്പാർ ചീര മേളിലുണ്ട്, അതുകൂടെ കണ്ടിച്ച്. പച്ചമുളക് വേണോമേ? പച്ചമുളകും ഉണ്ട് പറിക്കാൻ. എന്തുകൊണ്ട് അവിടെ കൊല്ലയിലുണ്ട്. ഇവന്മാരുടെ കഴിഞ്ഞ ദിവസം ഞാൻ 2-3 പറിച്ചതാ. ആണോ? അപ്പുറത്ത് വെക്കുന്നു. അമ്മേ നന്നായിട്ട് തിന്നുന്നുണ്ടേ. കണ്ടോ അവിടെ പിടിച്ചു വാ. അതാണ്ട് ഞങ്ങളുടെ റംബുത്താനെ വലയിട്ടവൻ സുന്ദരനാക്കി നിർത്തിയേക്കുന്നത് കണ്ടോ. അവന് വലയിട്ട് നിർത്തിയേക്കുവാ. അണ്ണാന് ഗ്യാപ്പുണ്ടാക്കി കേറുന്നുണ്ട്. പറയ വിശേഷങ്ങൾ. ഞങ്ങൾ ചെറിയ രാവിലെ കുറച്ച് കുഞ്ഞ് കൃഷിയെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഞാനും അമ്മയും കൂടെ കാട്ടിക്കൂട്ടുന്ന ഓരോന്ന്. അതുകൊണ്ട് അതിനകത്തിലുണ്ട് അമ്മേ പച്ചമുളക്. ദേണ്ട നിൽക്കുന്നു. ഞങ്ങളുടെ ആവശ്യം രാവിലെ വീട്ടിലേക്കുള്ള ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ പറിക്കാനായിട്ട് ഇറങ്ങിയതാ. അമ്മേ പറ വിശേഷങ്ങളൊക്കെ. ദേണ്ട ഇവിടെ ഒത്തിരി ഉണ്ട്. മുളക് പറിക്കണം, ഇനിയും വെണ്ടയ്ക്ക ഒരു തീയൽ വെക്കണം. ഒന്നും എടുക്കാതെ നമ്മൾ ഇറങ്ങി വന്നേ. വെക്കണമെന്നുള്ള ആഗ്രഹം. ഇത് കണ്ടോ, പച്ചമുളക് ഇങ്ങനെ കൊലകുത്തി കാഴ്ച കിടക്കുന്നത് കണ്ടോ. പറഞ്ഞ അവന്മാർക്ക് കണ്ണു കിട്ടും. ഞാൻ ഇതുപോലത്തെ ഒക്കെ പറയുമ്പോ ഡിവിനെ കൊണ്ട് എടുക്കും. ഇവിടെ ഒരു 3-4 മൂട് കൊല്ലയുണ്ട്. അതിപ്പോ ഈ വലയൊക്കെ ഇട്ടപ്പോ അതാ കീഴിലായി. മറ്റേ അവരവിടെ ഓക്കെ ആയിരുന്നു. അത് പുഴു തിന്നു തോന്നുന്നു. കേറുന്നില്ലല്ലോ. എത്ര ദിവസമായി നമ്മൾ ഇതിന്റെ മണ്ടയ്ക്കോട്ടൊക്കെ കേറിയിട്ട്. റംബുത്താൻ കാണണോ? ഇത് കണ്ടോ, നല്ല ചുമന്ന റംബുത്താനാ കണ്ടോ. ഇത് ഈ വരിക്ക ഇനത്തിൽപ്പെട്ടേ. ഞാൻ ഇതിൻ്റെ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് വിശദമായിട്ട് വീണ്ടും പറയുന്നില്ല. ഇത് നമ്മൾ വിറ്റു. ഇത് വിറ്റപ്പോൾ ഈ ഒരു മരം കൊടുത്തപ്പോൾ എനിക്ക് 4500 രൂപ കിട്ടി. സങ്കടം പറയാം. അമ്മയുടെ ഒരു കുമ്പളം എന്താ ഇത് കണ്ടോ അങ്ങോട്ട് കയറി പോയതായിരുന്നേ. അത് ഇന്നലെ ആട് വലിച്ചു പറിച്ചുണ്ട്. അതിലൊരു കായും ഉണ്ടായിരുന്നു. ആ കാ കാണാൻ നിങ്ങൾക്ക് പറ്റുമോ? ദൂരം ഉണ്ടോ? കാ നിൽക്കുന്നുണ്ടോ? ജാതിയെ കയറി പോയതായിരുന്നു. അത് അവൻ കശാപ്പ്. ഇത് തനിച്ച് കിളിച്ച് വന്നൊരു കുമ്പളമാണ് കേട്ടോ. പക്ഷെ കുമ്പളം ഒത്തിരി പേരുണ്ട്. ഇതുണ്ട്, ഇത് കണ്ടോ കാ പിടിച്ച് കിടക്കുന്നത് കണ്ടോ. കറിക്കകത്തേങ്ങാണ്ട് വീണ് കിളിച്ചാന്ന് അമ്മ പറയുന്നത്. ഇത് വിളയാത്ത, അതുകൊണ്ടാണ് ഇതിങ്ങനെ വലിയ ഒത്തിരി കാ പിടിക്കാത്ത. ഇങ്ങനെ തോലിച്ച് പോയിട്ടേ ഉള്ളൂ, കായ അധികം ഇല്ല എന്നാണ് അമ്മ പറയുന്നത്. തണ്ട് മുറിട്ട് ഒടുവിലാവുമ്പോൾ കായാകുമെന്ന്. ഞാൻ അതുപോലെ തന്നെ വേറൊരു രസം കാണിച്ചു തരട്ടെ. ഒരു വെറൈറ്റി ഇതാ പച്ചമുളകാ. ഇത് കണ്ടോ. വേണ്ട, ഞങ്ങളിത് നിന്നും പറിക്കും കേട്ടോ. ഇത് കണ്ടോ, നല്ല ഇതിനെന്താ നല്ല രുചിയല്ലേ ഈ പച്ചമുളക്. ഒരു പാൽമുളക് പോലത്തെ ഒരു പച്ചമുളക. വേണമെങ്കിൽ പറിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ പച്ചമുളക് ഇന്നത്തേന് ആവശ്യത്തിനുള്ള പറിച്ചിട്ടില്ലേ.
അപ്പോൾ അമ്മയെ കാണുന്നില്ല എന്ന് പരാതി പറയുന്നവരൊക്കെ ഇതാ അമ്മയെ കണ്ടല്ലോ. ഇന്നലെയും പ്രവീൺ വന്നിട്ട് പറഞ്ഞു അമ്മയെ കണ്ടില്ല, അമ്മയെ കാണിക്ക് ചേച്ചി, വീഡിയോ ചെയ്യത്. ഇതാ പ്രവീണെ മോനെ അമ്മ ദേണ്ട. അമ്മ പറഞ്ഞു എന്തൊക്കെയാ അമ്മയ്ക്ക് പറയാനുള്ളതെന്ന്. എനിക്ക് സുഖമില്ലാഞ്ഞുകൊണ്ട് ഞാൻ ഇതിലൊന്നും ശ്രദ്ധിക്കാതൊക്കെ ഇരിക്കുകയായിരുന്നു. പിന്നെയും ഇരിക്കാൻ പറ്റത്തില്ല, ഇതൊക്കെ കാണുമ്പോൾ ഇറങ്ങിയേ പറ്റും. അതുകൊണ്ട് ഞാനിന്ന് ഇറങ്ങിയതാ. മഴയാന്നേലും തലേ തുണിയൊക്കെ ഇട്ടിങ്ങി പോകുന്നതാ. കേട്ടല്ലോ എനിക്കിതൊക്കെ എടുക്കുന്നത് വലിയ ഇഷ്ടമാണ്. എടുക്കുന്നതിൽ ഇത് കാണുന്നതാ, നിൽക്കുന്നത് കാണുന്നതാ എനിക്കിഷ്ടം. ഞങ്ങളുടെ കുഞ്ഞു കൃഷികളൊക്കെയാ കേട്ടോ. ഇതാ ഇവിടെ ഒരു മൂട് കുരുമുളകുണ്ട്. കുരുമുളകെല്ലാം കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ പിടിച്ച് നിൽക്കുന്ന കണ്ടോ. ഇത് കുറ്റി കുരുമുളകൊന്നും അല്ല, നമ്മുടെ സാധാരണ കുരുമുളകാണ് കേട്ടോ. കമുങ്ങ പോയി മിക്കവാറും അതിന് വല്ല ഇത് കൊടുക്കണം. കവുങ്ങിന്റെ മണ്ടയെല്ലാം പോയി. ഇത് കണ്ടോ, കവുങ്ങേ പോയി പിടിച്ചു കെട്ടി വെറുതെ വെച്ചേക്ക. അതിന് മണ്ടയൊന്നും ഇല്ല, ഉണങ്ങി നിൽക്കുക. മുളക് ഇഷ്ടം പോലെ ഉണ്ടാവുന്ന ഒരു കുരുമുളകാണ്. ഇതോട്ട് ചൂണ്ടിക്കാണിക്കുന്നത് എന്തോ എന്നോടെന്നറിയാമോ? ഞാൻ തെങ്ങിന്റെ, പുള്ളിക്കാർക്ക് മനസ്സിലാവുന്നില്ല, ഞാൻ തെങ്ങിന്റെ മണ്ടയ്ക്കത്തെ കൂമ്പ് കാണിച്ചു കൊടുക്കാൻ ഒരു തെങ്ങുണ്ട് ആൾക്ക്. അത് കൂമ്പ് പിടിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞത്. അത് ഞാൻ കാണിച്ചത്. എങ്ങനെ ഗായ്സ് കാണിച്ചു തരാനാ തെങ്ങിന്റെ മണ്ടയ്ക്കത്തെ കൂമ്പ്? എൻ്റെ ഫോണിന് അത്രയ്ക്കുള്ള ടെക്നോളജി ഒന്നും ഇല്ല. ഞങ്ങളുടെ ചാക്കിലെ ചേമ്പും ഞങ്ങളുടെ കൊച്ചു കൊച്ചു ബാഗുകളിലെ ഇഞ്ചിയും ഒക്കെ കണ്ടോ. ഇങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെല്ലാം ഞങ്ങൾ രണ്ടുപേരൂടെ ചെയ്ത് വെക്കുന്നതാണ്. ഇതുപോലെ തന്നെ ഇവിടെ നിറച്ച് പൂത്ത് നിൽക്കുന്ന ഒരു തെറ്റിയുണ്ട്. ഇത് കണ്ടോ, നിറച്ച് പൂത്ത് ഇങ്ങനെ പൂത്ത് നിറച്ച് നിൽക്കും. ഇത് ഞങ്ങൾ അമ്പലത്തിലോട്ടൊക്കെ മാത്രമേ കൊടുത്തുള്ളൂ. ഇവിടെ അങ്ങനെ ഞാനാന്നേലും അധികം അടുത്ത് ഈ തെറ്റിയുടെ അടുത്തോട്ട് വരത്തില്ല. ഇങ്ങനെ അതിങ്ങനെ വൃത്തിക്ക് നിൽക്കുന്ന ഒരു തെറ്റിയാണ്, നിറച്ച് പൂവായിട്ട് കണ്ടോ. അതിനോട് ചേർന്നൊരു ചീമച്ചേമ്പ്. പന്നി കൊണ്ടുപോയില്ലെങ്കിൽ ഞങ്ങൾ ചീമച്ചേമ്പ് കിളച്ച് ചീമച്ചേമ്പ് കഴിക്കും. പന്നി തൊട്ടടുത്ത് വരെ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട്. പന്നി ശല്യം കാരണം ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അടുക്കളയിലോട്ട് കയറാൻ പോവാ. വെളിയിലത്തെ പരിപാലമെല്ലാം കഴിഞ്ഞു, ഇനി അടുക്കളയിൽ കയറണം. അമ്മയുടെ മക്കളെയൊക്കെ പോയി കണ്ടു. എല്ലാവരുടെയും അടുത്ത് പോയി അവര് അമ്മയ്ക്ക് കൊടുക്കാനുള്ളതൊക്കെ അമ്മ എടുത്തു. ഇതാ കുറെ കൊണ്ട് വീട്ടിനകത്ത് വെച്ച്. കയ്യിൽ എന്തൊക്കെ ഇരിപ്പുണ്ട് കാണിച്ചേ. ഇനിയിപ്പോ പുറകെ പോയി എന്റെ ബാക്കിയെല്ലാം പെരയിൽ കൊണ്ട് വെച്ചിട്ടാ പുറകുവശത്ത് പോയത്. പിന്നെ ഇനിയിപ്പം രാവിലെ ഒക്കെ ഉള്ളതെല്ലാം ആക്കണം. ഇന്നലെ എല്ലാം കൊച്ചുമോക്ക് പൊതിക്കുള്ളതൊക്കെ ആക്കി വെച്ചതാ. അതപ്പോൾ മഴ ഇന്ന് പഠിത്തം ഇല്ലാത്തത് കൊണ്ട് ഇന്നിപ്പോൾ അതാ ഇത്രയും ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അടുക്കളയിലായിരുന്നേനെ, അതുകൊണ്ട് പുറത്തൊക്കെ ഇറങ്ങി ഇത്രയൊക്കെ എടുത്ത് ഇനിയിപ്പോൾ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവുക. അമ്മയ്ക്ക് എന്തുവാ വയ്യാതൊക്കെ വന്ന് പറ ഇവരോടൊക്കെ. ഇവരെല്ലാം അമ്മയെ തിരക്കുന്നുണ്ട്. വയ്യാതെ വന്ന് വെളുപ്പിനെ ഇതുപോലെ പശുവിനെ കറക്കാൻ എണീക്കുമ്പോൾ ഫോൺ നോക്കിയപ്പം എനിക്കൊരു തല കറങ്ങുന്ന പോലെ. പിന്നെ ഓർത്ത് ചുമ്മാ ഇരിക്കുന്നു. ഇച്ചിരിയോടെ കഴിഞ്ഞ് നോക്കിയപ്പം ഭയങ്കര തല കറക്കം. പട്ടിലും സഹിതം ഞാൻ കിടന്ന് കറങ്ങുന്നു. അപ്പോൾ കൊച്ചുമോൾ അരിയെ കിടന്ന് കൊച്ചുമോളെ വിളിച്ച് പറഞ്ഞു, തള്ളയെ വിളിച്ചുകൊണ്ട് വന്ന് നോക്കിയപ്പം പ്രഷർ കൂടി. പോയി ആശുപത്രിയിൽ ചെന്നപ്പം ഇയർ ബാലൻസ് തെറ്റിയാന്നു. അവർ സ്കാൻ ചെയ്യുകയൊക്കെ ചെയ്ത് പിന്നെ മരുന്നും ഗുളികയൊക്കെ തന്നു. പിന്നെ വീട്ടിൽ വന്നു, വീണ്ടും തലകറക്കം. പിന്നെ ENT പോയി കണ്ട് ആ ഡോക്ടർ മരുന്നുമൊക്കെ തന്നേ പിന്നെ എനിക്ക് കുറവായത്. അപ്പോൾ ഗുളിക കഴിച്ചു, കാലിന് നീരായി, എനിക്ക് നടക്കാൻ വയ്യാതായി. ഒടിഞ്ഞ കാലിന് ഭാരം കൊണ്ട് നടക്കത്തില്ല. അങ്ങനെയായി. കുറച്ച് ദിവസം കൂടി ഇരുന്നു. പിന്നെ നീരിന് ഗുളിക കഴിച്ചു, ഗുളിക മാറിയൊക്കെ കഴിച്ചു. എന്തായാലും ഇപ്പോൾ ഒരുമാതിരി വേണ്ടുകയല്ല. പിന്നെ ചാർജ് ഏറ്റിട്ടുണ്ട്. പശുവിനെ കറവയും ഇറങ്ങി പോച്ചയ്ക്ക് പോക്കും എല്ലാം വീട്ടിൽ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി ഇതിനെയൊക്കെ കൊടുക്കാൻ പറഞ്ഞാൽ കേൾക്കാതെ ഞങ്ങളെല്ലാവരും പറഞ്ഞു കൊടുക്കാൻ. അത് കേൾക്കാതെ ഇതിനെയും കൊണ്ടൊക്കെ ഇതിനെ പുറകെ പോയി എവിടെയെങ്കിലും എന്തെങ്കിലും പറ്റിയാൽ പശുക്കളെ അന്നേരെ കൊടുത്ത് കാശ് മേടിക്കുമെന്ന് പറഞ്ഞേക്കുന്നത്. ചുമ്മാ ഇരിക്കാൻ പറ്റുന്നില്ല. അങ്ങ് ഇറങ്ങി അങ്ങ് പോവുക. ഇവരെയൊക്കെ എനിക്ക് അങ്ങ് ഇഷ്ടമാണ്. ഞാൻ എന്തുവാ ചെയ്യുന്നത് ഇനിയിപ്പം? അടങ്ങിയിരിക്കുക. അപ്പോൾ പറഞ്ഞോ, ഇന്ന് അമ്മ അങ്ങ് ബൈ പറഞ്ഞോ ഇന്നത്തെ വീഡിയോയുടെ. ഹായ്, ഓക്കെ, ബൈ ഗൈസ്. ഇന്ന് ഇത്രയേ ഉള്ളൂ. ഒരു കുഞ്ഞൻ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടമായോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ. ഞങ്ങളുടെ അമ്മയെ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.